കായംകുളത്തെ രണ്ട് വിതുമ്പലുകളാണ്. കായംകുളത്തെ സ്ഥാനാർത്ഥി കഴിഞ്ഞ രണ്ട് തവണയും വിജയിച്ച യു പ്രതിഭ LDFന് വേണ്ടി മൂന്നാം ഊഴത്തിനിറങ്ങുമ്പോൾ 2016 യു പ്രതിഭയോട് പരാജയപ്പെട്ട കായംകുളത്തും അമ്പലപ്പുഴയിലുമായി 3 തവണ പരാജയപ്പെട്ട എം ലിജു UDF സ്ഥാനാർത്ഥിയായും എത്തുന്നു. ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലായിരുന്നു എം ലിജു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വിതുമ്പിപ്പോയത്. താൻ 3 തവണ മത്സരിച്ചു, 3 തവണയും പരാജയപ്പെട്ടു, ഒരു തവണയെങ്കിലും തനിക്ക് ഒരു അവസരം നൽകണം എന്ന് കായംകുളത്ത് നിന്ന് പറയുമ്പോൾ കായംകുളത്തെ പരാജയത്തിന് മുൻപ് ഇതേ UDFിലെയും കോൺഗ്രസിലെയും ചിലർ തന്നെ ലിജുവിൻ്റെ പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്നതടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ കൂടിയാവാം ആ വിതുമ്പലിലേക്ക് എത്തിച്ചത്. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ യുവനിരയിലെ കരുത്തനായ ഒരു നേതാവ് ഒരിക്കൽ ജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ തന്നെ മാറിപ്പോകുമായിരുന്നു. പക്ഷേ ആ വിജയമുണ്ടായില്ല. അത്തരമൊരു തോന്നലിൽ നിന്നാവാം ആ വിതുമ്പലുണ്ടായത്. ആദ്യം ആ വാക്കുകൾ എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. ഒരാളെയും സത്യസന്ധമായിട്ടല്ലാതെ അഴിമതി നടത്തിയിട്ടില്ല എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. ഇതല്ലേ എനിക്ക് ചെയ്യാൻ സാധിക്കൂ. തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുടെയും മുന്നണിയുടെയും സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇങ്ങനെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമ്മൾ പരാജയപ്പെടുമ്പോൾ, എതിരാളികൾ നമ്മളെ ആക്ഷേപിക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോഴൊക്കെ തന്നെ പരാജയപ്പെട്ട ഒരാൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം കീറി മുറിക്കപ്പെടുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഞാൻ അതിൻ്റെ പേരിൽ ക്ഷോഭിച്ചിട്ടില്ല, ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒന്ന്, തീർച്ചയായിട്ടും ജനവും ജനാധിപത്യവും ശരിയാണ്. ഞാൻ കൂടുതൽ മെച്ചപ്പെടണമായിരിക്കും. 31-ാം വയസ്സിൽ ആദ്യമായി അമ്പലപ്പുഴയിൽ നിന്നും CG സുധാകരനെതിരെ മത്സരിക്കുമ്പോൾ ഞാൻ പരാജയപ്പെടുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ചിലപ്പോൾ എന്നേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥി അപ്പുറത്തുണ്ട്, മികച്ചൊരു വ്യക്തി അപ്പുറത്തുണ്ട്, ഞാൻ കൂടുതൽ മെച്ചപ്പെടണമായിരിക്കും, ദൈവം അതായിരിക്കും എനിക്ക് കൂടുതൽ പഠിക്കാനുള്ളൊരു അവസരം നൽകി. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെടുമ്പോൾ ഞാൻ അങ്ങനെയാണ് കരുതിയത്, ഞാൻ കൂടുതൽ മെച്ചപ്പെടാനുണ്ട്. എന്തായാലും ലിജു പഴയ തന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കഥകൾ അടക്കം പറഞ്ഞുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ കൈവിട്ടു പോയി വിതുമ്പലിന്റെ അവസ്ഥയിലെത്തിയത്. പക്ഷേ കായംകുളത്ത് ഇങ്ങനെയൊക്കെ ആ കരച്ചിലൊക്കെ അല്ലെങ്കിൽ ആ വിതുമ്പലൊക്കെ ഇങ്ങനെ ആളുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എങ്ങനെയാണോ ആലത്തൂരിൽ PK ബിജുവിന് വിജയരാഘവൻ ഒരു പണി നൽകിയത്, അതുപോലെയാണ് കായംകുളത്ത് UDFിൻ്റെ കൺവീനറും മുസ്ലിം ലീഗ് നേതാവുമൊക്കെയായ ഇർഷാദ് എം ലിജുവിനും ഒരു പണി നൽകിയത്. അദ്ദേഹം ഇന്നലെ പ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പക്ക സ്ത്രീവിരുദ്ധം, പക്ക അശ്ലീലം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു രാഷ്ട്രീയ നേതാവും ഒരു ഘട്ടത്തിലും ഒരു തരത്തിലും പറയരുതാത്ത വാക്കുകളായിരുന്നു ഇർഷാദ്. ആ തരത്തിലേക്കാണ് രാഷ്ട്രീയമായി ഏത് വ്യക്തിയെയും എതിർക്കാം. ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് പ്ലസും മൈനസും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കാണും. അത്തരം കാര്യങ്ങൾ പറഞ്ഞല്ല ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാളെ നേരിടേണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കേണ്ട, ജാഗ്രതയോടുകൂടി ഉപയോഗിക്കേണ്ട ഒരു ഘട്ടവും കാലവുമാണ് നിൽക്കുന്നത്. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടും ഇപ്പോഴും ഇത്തരം നേതാക്കളൊക്കെ പൊതുമണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു തരത്തിൽ അത്ഭുതമാണ്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂടെ കൊണ്ടു നടന്നാൽ അത് ഏത് മുന്നണി ആയിക്കോട്ടെ, ഏത് സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, ആ സ്ഥാനാർത്ഥികൾ തന്നെയാവും അവസാനം അതിന് വില നൽകേണ്ടി വരിക. ആ പരാമർശം ഇർഷാദിൻ്റെ, ലീഗ് നേതാവിൻ്റെ, കായംകുളത്തെ UDFിൻ്റെ നേതാവിൻ്റെ പരാമർശം കേൾക്കാം. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാട്ടുചാതുര്യം കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. എന്തായാലും സംഭവം കൈവിട്ടു പോയെന്ന് ഇർഷാദിന് മനസ്സിലായി. ആളുകളെ കണ്ടപ്പോൾ ആവേശത്തിൽ എന്തും വിളിച്ചു പറയാമെന്നുള്ളത്, അല്ലെങ്കിൽ ഉള്ളിലുള്ള സ്ത്രീവിരുദ്ധത അപ്പാടെ തുറന്നു പറയാമെന്നുള്ള വന്നാൽ അത് കേസാവും, സ്വന്തം മുന്നണി തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥ വരും, അല്ലെങ്കിൽ അവസാനം ജയിലിൽ പോകേണ്ട അവസ്ഥയൊക്കെ വരുമെന്നുണ്ടപ്പോൾ ഇർഷാദ് അത് കണ്ടു കഴിഞ്ഞ് താൻ നിരുപാധികം അക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായിട്ടും പറഞ്ഞു. എന്തായാലും ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായെന്നുള്ളതിനെ അംഗീകരിക്കുന്നു. മോശപ്പെട്ട വാക്കുകളാണ് പറഞ്ഞത് എങ്കിൽ പോലും. കഴിഞ്ഞ ദിവസം കായംകുളത്ത് UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം നടന്ന കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചതായി ചില സോഷ്യൽ മീഡിയകളിലും ചില വിഷയങ്ങളിലുമൊക്കെ വന്ന ഒരു പരാമർശം തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ള പ്രസംഗം, എൻ്റെ പ്രസംഗം പൂർണ്ണമായി കേട്ടിട്ടുള്ള ഒരാളിനും അത്തരത്തിലൊരു വ്യാഖ്യാനം അതിന് കൊടുക്കാൻ കഴിയും. കാരണം ഞാൻ അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ, സ്ത്രീകളെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല. കഴിഞ്ഞ 4.5 വർഷക്കാലം കഴിഞ്ഞ 45 വർഷക്കാലം, 4.5 പതിറ്റാണ്ട് കാലം ഞാൻ പൊതുജീവിതത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സ്ത്രീത്വത്തെ അപമാനിക്കാനോ സ്ത്രീകളെ മോശപ്പെടുത്താനോ എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള പ്രവൃത്തികളോ
പരിപാടികളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന് എന്നെ അറിയാവുന്ന മുഴുവൻ ആൾക്കും അറിയാവും. അതുകൊണ്ട് ആ പരാമർശം ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ്. നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് അവസാന വരിയിൽ പറയുമ്പോഴും അതിനു മുമ്പ് വീണ്ടും ന്യായീകരിച്ചു മെഴുകാനുള്ള ശ്രമമാണ്, വൃത്തികെട്ട ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, ഇർഷാദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന് കൂടി പറയേണ്ടി വരും. എന്തായാലും ഈ ഇർഷാദിൻ്റെ ഈ ഖേദം അംഗീകരിക്കാനാകില്ലെന്നും പ്രതിഭ ആ പരാമർശം തന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നും പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്നും പ്രതിഭ ഒരു വാർത്താസമ്മേളനത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായും വ്യക്തിപരമായി ഒരാൾക്ക് നേരെ ഇത്തരം ആക്രമണം ഉണ്ടാകുമ്പോൾ ജീവിതത്തിലെ തന്നെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും കടന്നു വന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്കുമൊക്കെ അവർ വിതുമ്പുക സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തിലെ സ്ത്രീകളോടുള്ള സമീപനം എന്നൊക്കെ അത് വളരെ വ്യക്തമാണ്. അത് കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. DCC പ്രസിഡന്റ് അടക്കം അത് കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെല്ലാവരും ഷോക്കിലാണ്. എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരാളിപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇതാണ് ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വരുന്നതെങ്കിൽ സാധാരണ ഒരു സ്ത്രീകളോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് സ്ത്രീകളെ രംഗത്ത് നിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ തവണ തന്നെ പ്രഗത്ഭരായിട്ടുള്ള 3 മന്ത്രിമാരാണ് ഒരു മന്ത്രിസഭയിലുണ്ടായിരുന്നു. 3 മന്ത്രിമാർ വനിതകളായിരുന്നു. അതൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ രീതികൾ. പരമാവധി സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ പരാമർശവും അതിനേക്കാൾ ഉപരിയായിട്ട് അത് കേട്ടുകൊണ്ടിരുന്ന നേതാക്കന്മാരുടെ മനോഭാവവും ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. വലിയ വേദനയാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. ഒരു സ്ത്രീക്കും ഇത്തരത്തിൽ അവർ പൊതുപ്രവർത്തന രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങൾ വളരെ പ്രതീക്ഷയോടാണ് ഓരോരുത്തരെയും ഈ പൊതുസമൂഹത്തിന് സംഭാവന ചെയ്യുന്നത്, സ്ത്രീകളെയൊക്കെ. അവിടെ അവരെ അങ്ങേയറ്റം നീചമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ലാസ്റ്റ് പറയാണ്. എന്തായാലും ഇതിലെ അപകടം എതിർ സ്ഥാനാർത്ഥി എം ലിജു തിരിച്ചറിഞ്ഞിരിക്കുന്നു. എം ലിജു ആ വിഷയത്തിൽ പ്രതിഭയ്ക്കെതിരെയുള്ള ഇർഷാദിന്റെ വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ജനാധിപത്യത്തിനും സാമാന്യ മര്യാദയ്ക്കും വിരുദ്ധമായി UDF നേതാക്കളോ പ്രവർത്തകരോ എന്തെങ്കിലും പരാമർശം നടത്തിയാൽ അതിനെ ഒരിക്കലും ന്യായീകരിക്കില്ലെന്നും ലിജു വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.